ഞങ്ങൾക്ക് കിടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നാൽ മാത്രമേ. എൻ്റെ വീട്ടിൽ സ്ഥലം എല്ലാം അവിടെ കിടക്കാം. കഴിക്കൊടുത്തു ക്ഷേത്രത്തിൽ തൊട്ട് പറയാം കൊടുത്തായിരുന്നു. ഞങ്ങൾ കെട്ടിയെടുത്ത് കോടതി കേസ് ഞാൻ ചെയ്യാൻ വാങ്ങിച്ചായിരുന്നു സാർ. കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഈ നിറപുഞ്ചിരി എന്നും നമ്മൾ ഉള്ള കാലം വരെ നമ്മൾ ഒരു കുഴപ്പമില്ല. നമ്മളെ മുകളിൽ കൂടെ കേട്ടോ. പാടില്ല. അപ്പൊ അതൊന്നും പരിഹാരമല്ല ഞാൻ പറയുകയും ചെയ്തു. പറഞ്ഞു. നമസ്കാരം, ഞാൻ ശ്രീജിത്ത് മാരാരാണ്, വിസ്മയസനാണ്. കാരണം അത്യാവശ്യം എനിക്ക് വയ്യാണ്ട് കിടക്കുകയായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു അമ്മയും അച്ഛനും ഇവിടെ 2 ദിവസമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞത്. അച്ഛൻ എന്താ കാര്യം പറയാ? എൻ്റെ ഭാര്യയുടെ വസ്തു എല്ലാം എഴുതിയെടുത്ത് സഹോദരന്മാർ എഴുതിയെടുത്തു. അപ്പോൾ 1 സെൻറ്റ് ഭൂമി ഒരു 50 സെൻറ്റ് പേരുടെ ക്ഷേത്രം കിഴക്കുടത്ത് മഹാദേവ ക്ഷേത്രം തൊട്ട് പുറകെ ഉണ്ട്. എൻ്റെ മോനൊരു ബൈക്ക് ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയി. അപ്പോൾ ഇത് ഞങ്ങൾ അറിയുന്നില്ല. ഇവർ പ്രമാണം പഠിച്ച് എല്ലാവരും 4 പേരും 3 പെണ്ണും 2 ആണുമാണ്. എൻ്റെ ഭാര്യയുടെ ഏറ്റവും മൂത്തത്. എൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ മൊത്തം എഴുതിയെടുത്തു. ഇപ്പോൾ കിടക്കാൻ ഇടമില്ല തലചാക്കാൻ. ഞാൻ കോടതി സ്റ്റേ വാങ്ങിച്ചു. കേസ് കോടതി നടക്കുക. ആഹാരം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പോയി 2 അവിടെ 2 ദോശ വാങ്ങിച്ചോണ്ടതാ. അതല്ല, നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ മെയിൻ സിറ്റിക്കകത്ത്. അത് മോശമായ പരിപാടിയല്ലേ? അവർക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. ഇതിനൊരു പരിഹാരം കാണണം. ഇത് എല്ലാവരും അറിഞ്ഞു. കഴക്കൂട്ടം കൗൺസിലിൽ ചന്തവിടെ ബിനു അറിഞ്ഞായിരുന്നു. ബിനുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മളതിലൊന്നുമില്ല. ഈ വയസ്സായ കാലത്തൊന്നുമില്ല. കൗൺസിലിൽ ബിനുവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബിനു പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ 3 സെൻറ്റ് പേരിടം. മേയർ അറിഞ്ഞു, ഡെപ്യൂട്ടി മേയർ അറിഞ്ഞു, കളക്ടർ അറിഞ്ഞു, സബ് കളക്ടർ അറിഞ്ഞ കേസാ. എന്നിട്ടും ഞങ്ങൾ കിടക്കുക, റോഡ് തെരുവിൽ കിടക്കുക. എന്തായാലും ലാമൂട്ടിലാണ് താമസിച്ചത്. ചിറ്റിക്കര പാറയരുടെ ഭാര്യ മായ, പിന്നെ രണ്ടാമത് ഉണ്ണികൃഷ്ണൻ അണ്ണനാണ്. അണ്ണൻ്റെ ഭാര്യ ശൈലജ, പിന്നെ എൻ്റെ സഹോദരി 2 പേര്. ഒരാൾ ശ്രീകല, മോളി എന്ന് വിളിക്കുന്ന ശ്രീകല. അവളെ ഭർത്താവ് കൃഷ്ണൻ നായർ അപ്പോഴ്സർ കട നടത്തുന്നത്. പിന്നെ അമ്പിളി അത് കുരുക്കുളങ്ങര വില്ലിപ്പാറ എന്ന് പറയും. അവളിപ്പോൾ അംഗൻവാടി ടീച്ചറായിട്ട് ഇദ്ദേഹം വാങ്ങിച്ചു കൊടുത്തത്. എന്തായാലും മാമ എന്റെ കാല് വയ്യ, കുഴപ്പമില്ല. 2 വർഷം കൊണ്ട് ഞങ്ങൾ കഴക്കൂട്ടം ഇവിടെ എല്ലാ സ്ഥലത്തും ഇരിക്കുക. 2 വർഷം, 1 വർഷമല്ല, 2 വർഷം കൊണ്ട് ഈ കഴക്കൂട്ടം തൊട്ട് ഓരോരോ ബസ് സ്റ്റാപ്പിലും ഇരിക്കുക. എന്നെ മാനസികാവസ്ഥ സാർ ആലോചിച്ചോളും. 2 വർഷം കൊണ്ട് ഇരിക്കുക. ഞാനും ഈ സ്ത്രീയായിട്ട് എനിക്ക് കിടയാക്കോ? എനിക്കൊരു മോനുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. ഒരു മോനുണ്ടായിരുന്നു കെട്ടിച്ചേച്ചു. ഞാൻ ഇന്നലെ ഉച്ച തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ നിൽക്കുമ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ അടച്ചിട്ട് ഇറങ്ങുന്ന നേരത്ത് ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത് പന്തികെട്ട് തോന്നി. ഞാൻ നേരെ മറ്റേ അജിലിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അജിൽ വന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അവർ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോലീസുകാരെ പോയേക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ആൾ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞു. രാത്രി 10 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വന്നില്ല. ഇന്ന് രാവിലെ മുതൽ അമ്മ ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്നത് ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരമായിട്ടും വരാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് വിവരം പറയുന്നത്. ഞാൻ വീട്ടിൽ പോയി, ഞാൻ കഴക്കൂട്ടത്ത് റെയിൽവേ സ്റ്റേഷൻ കിടന്ന് ഞാനിവിടെ ഒരു ആത്മഹത്യയായിട്ട് അതിൻ്റെ മോളിൽ കയറിയതാ. ആ പാളക്കര മോളിൽ ഞാൻ വന്ന് അമ്മയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ അതൊന്നും പരിഹാരമല്ല ഞാൻ പറയുകയും ചെയ്തു. പറഞ്ഞായിരുന്നു. നമ്മളെ കഴിയുന്ന നമ്മൾ ചെയ്യും. എൻ്റെ വീടുണ്ട്, കുഴപ്പമില്ല, പേടിക്കില്ല. എൻ്റെ വീടുണ്ട്, കുഴപ്പമില്ല, അമ്മ പേടിക്കണ്ട, കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ സാറിനെ കൊണ്ടിങ്ങനെ സാറോട് നോക്കുമ്പോഴത്തേക്ക് സാറിനെ കാണാം. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ 2 ദിവസം അത് കഴിയുമ്പോൾ
വാ എൻ്റെ വീട്ടിൽ വാ അമ്മേൻ്റെ വീട്ടിൽ വാ, കുഴപ്പമില്ല. നിങ്ങളോ ഒരു വീട് നോക്കാം മക്കളെ. ചേച്ചി ഞാൻ പോലീസ് വന്നു, പോലീസ് വന്നു, വിളിക്കാം. നിങ്ങളെ കൂടെ വിടാൻ പറ്റില്ല. കണക്കൂടെ ആരുണ്ട് വീട്ടിൽ? ഞങ്ങൾ 2 വർഷം കൊണ്ട് ഓരോരുത്തരുടെ താമസിച്ച് 2 വർഷമായി വീട്ടിൽ ഇറങ്ങിയിട്ട്. വീടല്ല വാടക 2 വർഷമായി സാറേ. മെഡിക്കൽ കോളേജ് ചാച്ചു, പിന്നെ നമ്മളെ ഈ സെൻറ്റ് ജോർജിൻ്റെ ഒരു പള്ളിയുണ്ടല്ലോ, അവിടെ ഒരു 1.5 മാസം കിടന്നു. ഓരോ സ്ഥലത്തും ഇങ്ങനെ കിടന്ന് 2 വർഷം കഴിച്ചു വെച്ചു. സത്യം. ആത്മഹത്യ ഞങ്ങൾ പോയപ്പോഴത്തേക്കാണ്, റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യ ഞങ്ങളോട് പോയപ്പോഴത്തേക്കാണ് കൂട്ടശ്രീയെ കൂടെ എപ്പോഴും ഒരു 4 ഞങ്ങൾക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നാൽ മാത്രമേ. എൻ്റെ വീട്ടിൽ സ്ഥലം എല്ലാം അവിടെ കിടക്കാം. കഴിക്കൊടുത്തു ക്ഷേത്രത്തെ തൊട്ട് പറയാം കൊടുത്തായിരുന്നു. ഞങ്ങൾ കെട്ടിയെടുത്ത് കേസ് കോടതി കേസ് ഞാൻ സ്റ്റേ വാങ്ങിച്ചായിരുന്നു സാർ. വാങ്ങിച്ച് പേപ്പർ കാണിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയെക്കാരും വന്നതല്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യുന്നത്. ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഷെഡ് പോലെ വീട്ടിൽ കിടക്കാൻ ഇത് നാമിനെല്ലാറ്റിക്കും നമുക്കുള്ള സാധനം ഞാൻ ഇന്നലെ വിളിച്ച് അപ്പോൾ ഇന്നലെ സ്റ്റേഷൻ വെയിറ്റ് ചെയ്തു. നമ്മളേറെ പരിപാടിക്ക് പോലും നമ്മൾ കാണണമെന്ന് വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ അമ്മയ്ക്ക് പ്രയാസമായിട്ട് നമ്മൾ പോയത് ഈ അവസ്ഥയിൽ എനിക്ക് പറ്റില്ല. കാരണം അത് അമ്മയാണ്. ഈ വൃദ്ധസാന്തിക്ക് അവർക്ക് എന്താ കണക്കൂട്ടത്തരം ബന്ധുക്കളും കാര്യങ്ങളുണ്ട്. മക്കൾ ഏതാണ്ട് നമ്മുടെ ഇപ്പോൾ അജിലിനെ ഏൽപ്പിക്കുകയാണ്. അജില് എന്താണ് പരിപാടി? നമ്മൾ ഇന്നലെ ഈ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ സ്പോട്ടിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസിന് എത്താൻ വേറെ ഒരു ഗാനമേള മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ കറക്റ്റ് ടൈം എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും കൂടെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നെന്തായാലും പോലീസ് വന്നു, നിങ്ങളെല്ലാവരും വന്നു. എന്തായാലും നമ്മൾ മണിദേവാലയത്തിൽ മാറ്റുകയാണ്. ബാക്കിയൊക്കെ എന്താണ് ദൈവം ഉണ്ടാക്കും. സംസാരിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ എന്താ പറയുക, എൻ്റെ വിഷയമുണ്ട്, എൻ്റെ കൂടെ വിടാണ്ട് വിഷയമുണ്ട്. ഒരു വ്യക്തിയുണ്ട് എന്തായാലും ഒരു നിയമപരമായിട്ട് എന്തായാലും വിടത്തില്ല. നമ്മൾ ലൈസൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് അതാണ് നമ്മൾ വിടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ എന്തായാലും അമ്മേനെ അച്ഛനെ നോക്കണം. എല്ലാവരും നമ്മുടെ മുന്നോട്ട് നോക്കുന്നുണ്ട്. നിങ്ങളെ നേരത്തെ കേസിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ നിറപുഞ്ചിരി എന്നും നമ്മൾ ഉള്ള കാലം വരെ നമ്മൾ കാത്തു ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മളെ കൊള്ളിൽ കൂടെ കേട്ടോ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും കേട്ടാ. തിരിച്ച് പോകാൻ പറ്റും. ഇതുകൂടെ പറയാണ്ട് നമ്മുടെ എന്താ പറയുക സിംഗേട്ടനാണ്. സിംഗേട്ടൻ നിങ്ങളുടെ പേരെത്തണം സിംഗേട്ടനാണ് വിളിച്ച് പറഞ്ഞത്. സിംഗേട്ടൻ്റെ ഓടി വന്ന് ഞാനുള്ളത് ഇതൊരു മനസ്സുണ്ട്. ഇത് നമ്മുടെ ആ ഒരു അമ്മയും അച്ഛനെയും എസ്കേപ്പ് ചെയ്യുകയാണ്. ഡിസ്പേഴ്സ് വേണ്ടി കേരള അരുൺ സാറിനൊപ്പം ശ്രീകുമാര സൈനിക